എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ കാലത്തെ കലാപരിപാടികളൊക്കെ കിടക്കാം കേട്ടോ. അപ്പോൾ രാവിലത്തെ കഞ്ഞി വെക്കണം, കറി വെക്കണം, രാവിലെ പലഹാരം ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ആലുവിനെ സ്കൂളിൽ വിടണം, മുറ്റം തൂക്കണം, പിന്നെ നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. അതൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കഞ്ഞിക്ക് വെള്ളം ഇട്ടിട്ടുണ്ട്, ഒപ്പാരി കഴുകി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കണത് കലക്കി ചുട്ട ദോശ ഉണ്ടാ ഗോതമ്പിൻ്റെ. അതാകുമ്പോഴത്തേക്കും പെട്ടെന്നാകൂല. ഞാനൊന്നാണ് ഇന്നേ കുറച്ച് വൈകിട്ടാണ് എഴുന്നേറ്റത്. കാരണം എനിക്ക് ഇന്നലെ തീരെ വയ്യായിരുന്നു, ശരീരത്തിനൊക്കെ ഭയങ്കര ഒരു അസ്വസ്ഥതയൊക്കെ ആയിരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അസ്വസ്ഥതയായിരുന്നിട്ട് അപ്പോൾ അതുകൊണ്ടിട്ട് അതിൻ്റെ മുഖത്ത് കാണാനുണ്ട്. കണ്ണും മോറൊക്കെ വീർത്തിരിക്കണ കണ്ട എന്തോ ഒരു വയ്യാകയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് ഇന്നലെ ആണെങ്കിൽ കിടന്നതും അറിഞ്ഞില്ല, എഴുന്നേറ്റതും അറിഞ്ഞില്ലെന്ന് പറയാം. കിടന്നപ്പോൾ തന്നെ അങ്ങ് ഉറങ്ങിയും പോയിട്ടാ. അല്ലെങ്കിൽ ഞാൻ ഫോൺ നോക്കി നോക്കി കുറേ നേരമൊക്കെ അങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് ഉറങ്ങാറ്. ഇന്നലെ എന്തോ ഒരു വയ്യാകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴും കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇതേ കലക്കി ചുട്ട ദോശ ഉണ്ടാക്കാനായിട്ട് അരി കഴുകിയിട്ട ശേഷം ഞാൻ നേരെ വന്ന് ഗോതമ്പ് പൊടിയും കുറച്ച് ഉപ്പും വെള്ളമൊക്കെ തളിച്ച് അതവിടെ കലക്കി മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്ന് വെക്കാൻ പോണത് ചിക്കൻ കറിയാണ്. അപ്പോൾ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ചോറിനും ചപ്പാത്തിക്കും കൂടിയാണ് എടുക്കുന്നത്. ചപ്പാത്തി എന്ന് പറഞ്ഞാൽ കലക്കി ചുട്ട നമ്മളെ ദോശ, അതിനും കൂടി വേണ്ടിയിട്ടാണ് ഈ കറി വയ്ക്കണത്. അപ്പോൾ ഇന്നലെ ചിക്കൻ മേടിച്ചപ്പോഴത്തേക്കും ഒരു 5-8 കഷ്ണം എടുത്ത് ഞാൻ മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ തണുപ്പൊക്കെ ഒന്ന് പോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ അത് പോകുന്ന നേരം കൊണ്ട് നമുക്ക് സവോളയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി എടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ കല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട്. സവോളയും പച്ചമുളകും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതാകുമ്പോഴത്തേക്കും പിള്ളേർക്ക് കൊടുത്തു വിട്ടാലും ആലുവിനിപ്പോൾ സ്കൂളിൽ കൊടുത്തിട്ടാലും കറിയുടെ പാത്രത്തിൽ നിന്നൊന്നും എണ്ണയോ അല്ലെങ്കിൽ ചാറൊക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിത് ഗ്രേവി പോലെയാണ് വെക്കണത്, കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് വെക്കണത്. സാധാരണ ഞാൻ പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് കറി കൊടുത്തു വിടുമ്പോഴത്തേക്കും ചാറ് കറിയൊന്നും അങ്ങനെ കൊടുത്തു വിടാറില്ല കേട്ടോ. സ്കൂളിലെ ബാഗിലും ബുക്കിലൊക്കെ ആയാലെന്ന് കരുതിയിട്ട് ഞാനങ്ങനെ ചാറ് കറി ഇവർക്ക് അങ്ങനെ കൊടുത്ത് വിട്ടിട്ടില്ല, പ്രത്യേകിച്ച് ആമിക്ക്. അങ്ങനെ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി വെക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ചിക്കൻ വെക്കുമ്പോഴത്തേക്ക് ആകെ 5-8 കഷ്ണം ചിക്കനേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് 2-3 കുഞ്ഞു ഉരുളക്കിഴങ്ങ് ഉണ്ടായപ്പോൾ ഞാൻ കരുതി എന്നാൽ അത് അങ്ങോട്ട് വറുത്തിട്ട് രണ്ടും കൂടി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾക്കിനി ഇത് ഉച്ചക്ക് ഞങ്ങൾക്ക് ഇത് തന്നെ മതി. ഇനി വേറെ കറിയൊന്നും ഞാൻ വെക്കാനുള്ള കാരണം ചേട്ടൻ രാവിലെ ഓട്ടത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ വരും, എന്നാലും കറിയുണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ഞങ്ങൾക്ക് 3 പേർക്കും കഴിക്കാനുള്ള കറി ഉണ്ടാവും. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ ചോറ് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം ഇറക്കി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് ഒരു പകുതി വറുത്ത് കിട്ടിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നല്ലതുപോലെ വറുത്തെടുക്കാമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ നല്ലതുപോലെ ഒന്നും ഫ്രൈ ആയി കിട്ടിയില്ല കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങൊക്കെ നല്ലതുപോലെ വറുത്തെടുത്തിട്ട് ചിക്കൻ്റെ അകത്തോട്ടിട്ട് കറി വയ്ക്കാറുണ്ട്. അത് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കണത്. ഇന്നലെ നമ്മൾ കറിയാണ് വെച്ചത്, പിന്നെ ഇപ്പോൾ ഓർത്ത് ഇന്നിങ്ങനെ വറുത്തിട്ട് വെക്കാമെന്ന് കരുതി. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറേ ഒരു 2-3 ദിവസം ഇങ്ങനെ വെച്ച് കഴിക്കണത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ മീനാണെങ്കിലും എന്താണെങ്കിലും ശരി, ഇപ്പോൾ ഇന്ന് മീൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാളെയും കൂടി നാളെ ചിലപ്പോൾ നമ്മളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കും. പിന്നത്തെ ദിവസം ഇങ്ങനെ വെച്ച് കുറേ ദിവസം ഇങ്ങനെ വെച്ച് കഴിക്കാനായിട്ട് ഇവിടെ ആർക്കും ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ വെക്കാറില്ല. അപ്പോൾ കുറേയൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ആൻറ്റിമാർക്കും അങ്കിൾമാർക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ആവുന്ന നേരം കൊണ്ട് നമുക്ക് ദോശയും കൂടി ചുട്ടെടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കുന്നത് ചേട്ടന് പണ്ടാരക്കല്യാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ കലക്കി ചുട്ട ദോശ ഇഷ്ടമല്ല. ആളിന്ന് രാവിലെ ഒന്നും കഴിക്കാണ്ടാ പോയേക്കണത്. ചപ്പാത്തിയായിട്ട് ചുടുന്നത് തന്നെയാണ് ഇഷ്ടം. ഇങ്ങനത്തെ കലക്കി ചുടുന്ന ദോശ ഇഷ്ടമല്ല ആൾക്ക്. ഞാൻ പിന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തതന്നെ ഉള്ളൂ കേട്ടോ. നമ്മൾക്ക് എപ്പോഴും സുഖം എനിക്ക് തോന്നുന്നത് പുട്ട് തന്നെയാണ്. പുട്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ആയി കിട്ടുമല്ലോ. ഞാൻ ഇവിടെ കൂടുതലും ഉണ്ടാക്കാറ് പുട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ചിക്കനും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അത് അടിക്ക് പിടിക്കുമെന്ന് കരുതിയിട്ടല്ല, കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിക്കൊന്നും പിടിക്കാൻ ചാൻസ് ഇല്ല. എന്നാലും എല്ലായിടവും ഒന്നും മുരിഞ്ഞ് കിട്ടട്ടെ എന്ന് കരുതിയിട്ടേ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഞാനാണെങ്കിൽ ഇന്ന് വൈകിപ്പോയതുകൊണ്ട് ഇപ്പോൾ എല്ലാം ചടപടയെ ധൃതിക്ക് ചെയ്യണം കേട്ടോ. കാരണം എനിക്കിന്ന് 11:30 മീറ്റിങ്ങിന് പോകണം. ഞാനന്ന് ഓഗസ്റ്റ് 15 പതാക ഉയർത്താൻ പോകണം, വിൻ സൊസൈറ്റി പോകണം എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഏത് സൊസൈറ്റി എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ അയൽക്കൂട്ടം പോലത്തെ ഒരു സംഭവം കേട്ടോ. കാരണം ഒരു 10-20 പെണ്ണുങ്ങളും കൂടി നടത്തണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഞാൻ മുണ്ടമ്പലിലായിരുന്നപ്പോഴും ഉണ്ടായിരുന്നതാണ് ഇതിൽ. അപ്പോൾ ഞാൻ ഇവിടെയാണെങ്കിലും ഞാൻ അവിടെ പോകാറുണ്ട്. ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസമാണ് നമുക്ക് മീറ്റിംഗ്. 11:30 പോയിട്ട് 1 മണി 12:30 ആകുമ്പോൾ തിരിച്ചു വരും. ഞാൻ അവിടെ പോകുമ്പോഴാണ് അവിടെയുള്ള എല്ലാവരും കാണാറ്. അപ്പോൾ ഞാൻ മുടങ്ങാണ്ട് പോകും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അങ്ങനെ അധികം ആരെയും പരിചയമൊന്നുമില്ല. അവിടെയാണ് എൻ്റെ കൂട്ടുകാരും എല്ലാവരും അവിടെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയുള്ള എല്ലാവരും എനിക്ക് അറിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ എല്ലാവരോടും കൂടി ഒന്ന് സംസാരിക്കാൻ പിടിക്കുകയൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ
ചിക്കനെല്ലാം വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി അതിൽ തന്നെ കറി വെച്ചെടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലതുപോലെ മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത് പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്കും ഒരു തക്കാളി ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് അതൊന്ന് ഗ്രേവി ആക്കിയിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്ത് തട്ടിപ്പൊത്തി അവിടെ വെച്ചേക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇളക്കിക്കൂട്ട് നമുക്ക് തീ ഓഫാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയും റെഡിയായി. ഒപ്പം തന്നെ ഞാൻ ദോശയും ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആലുവിന് കറിയും ദോശയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആലുവിന് കൊടുക്കാൻ തുടങ്ങിയിട്ട് ആലുവിനെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരിക്കണം ഇടയ്ക്ക് തന്നെ പോയി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾ ഉറക്കം വരുന്നല്ല. പിന്നെ എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ, ടെൻഷനൊന്നുമില്ല അയാളുടെ കാര്യത്തിൽ. അയാൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയായി കുളിച്ച് പോയി പല്ലൊക്കെ തേച്ച് കുളിച്ച് പോയി പെട്ടെന്ന് തന്നെ റെഡിയായി യൂണിഫോമൊക്കെ ഇട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അയാളുടെ കാര്യത്തിൽ പേടിക്കാനില്ല. പിന്നെ അയാൾക്ക് ഒരു മുടി മാത്രം കെട്ടിക്കൊടുത്താൽ മതി. മുടി കെട്ടാൻ മാത്രം അറിയാൻ പാടില്ല, മുടി കെട്ടി കൊടുക്കണം ഞാൻ. അത് മാത്രമേ എനിക്ക് അയാൾക്ക് ചെയ്ത് കൊടുക്കാനുള്ളൂ. തനിയെ ഉടുത്തൊക്കെ പോയിക്കോളും. ആമീനെ ഉടുപ്പിച്ചെടുക്കാനാണ് എനിക്കെപ്പോഴും കുറച്ച് കഷ്ടപ്പാട്. അപ്പോൾ അതിനിടയ്ക്ക് ആമി ഇടയ്ക്കിടയ്ക്ക് അമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ചൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ആമിനെയും പോയി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കും അതും കൂടി നടക്കുന്നുണ്ട് കേട്ടോ. അതെനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുള്ളതേ ഉള്ളൂ കേട്ടോ. ആൾ നല്ല ഉറക്കമുണ്ട്. ഇന്നലെ കുറച്ച് വയ്യായ്കയ്ക്ക് എന്തായത് കൊണ്ടിട്ട് ഇന്ന് സ്കൂളിൽ ഞാൻ വിടുന്നില്ല കേട്ടോ. ആൾ മാത്രമാണ് സ്കൂളിൽ പോണത്. ആമിക്ക് ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് കുറച്ച് പാട് ഇടയ്ക്ക് പോലെ തോന്നി, ചുമയും. ആൾക്ക് തീരെ വയ്യ, 2-3 ദിവസമായിട്ട് ഒരു വയ്യായ്കയൊക്കെ ഉണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഇന്നലെയൊക്കെ ഒന്നും ക്ലാസ്സിലായതിനോട്ട് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിട്ടില്ല. മരുന്നൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് മരുന്നിനൊന്നും നമ്മൾ പോയില്ല കേട്ടോ. മരുന്നൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ദോശയും ചിക്കനൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ഞാൻ മൂത്തയാൾക്ക് കഴിക്കാൻ കൊടുത്തിട്ടാണ് നേരെ. എന്നിട്ട് പിന്നെ തിരിച്ച് അടുക്കളയിൽ വന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ തേച്ച് വിടുവാനുണ്ട്. അതൊക്കെ കഴുകി അവിടേക്ക് ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ പറഞ്ഞില്ലേ നല്ല ഉറക്കമാണെന്ന്. കൂർക്കം വലിച്ചിടന്ന് ഉറങ്ങണേ കേട്ടോ ആൾ. ആൺകുട്ടിയൊന്ന് സ്കൂളിൽ പോകണം കേട്ടോ. പാടില്ല. ചെറിയ ചുമയും നേരെ ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് സ്കൂളിൽ പോകണം. മരുന്ന് വാങ്ങണില്ല, മരുന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് കൊടുക്കാമെന്ന് കരുതി. പിന്നെ നാളെയും ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ 2 ദിവസം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഓടിക്കളിയായിരിക്കും, പിന്നെയും ചുമയൊക്കെ കൂടും. അപ്പോൾ ആൾ ഉറങ്ങണേണ്. മൂത്ത ആൾക്ക് മാത്രമേ ക്ലാസ് ഉള്ളൂ. അപ്പോൾ അയാൾ റെഡിയാകേണ്ട അവിടെ ഇരുന്നു. ഞങ്ങൾക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം. ആമിയുടെ അടുത്തുനിന്ന് ഞാൻ നേരത്തെ ആലുവിൻ്റെ മുടി കെട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അയാൾ അപ്പോഴത്തേക്കും കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേരുടെയും പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേര് ഞാൻ കുറേ സ്ഥലത്തൊക്കെ കുറച്ച് പ്രാവശ്യമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. മൂത്ത ആളുടെ പേര് അൽവിന മേരി എന്നാണ് കേട്ടോ. ചെറിയ ആളുടെ പേര് അമീറ ജുവാൻ. പിന്നെ 2 പേരും വീട്ടിൽ വിളിക്കുന്നതാണ് ആലു, ആമി എന്നൊക്കെ കേട്ടാ. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത ശേഷം അയാൾ എന്തേ ടാറ്റയും പറഞ്ഞു സ്കൂളിൽ പോകണം. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ആമി ആലു ഒന്ന് നോക്കി ചിരിക്കുന്നു പറഞ്ഞിട്ടും കൂടി ആളെവിടെ അങ്ങനെ നോക്കാണ്ട് അങ്ങനെ ഒറ്റപ്പോക്ക് ടാറ്റയിൽ നിന്ന് പോയേട്ടാ. ഭയങ്കര ചമ്മലാട്ടോ. ഭയങ്കര ചമ്മലെന്ന് പറഞ്ഞാൽ നല്ല ചമ്മലാണ്. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആമി. അങ്ങനെ ആലു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആമി ഇപ്പോഴും ഉറക്കം തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പേരെയൊക്കെ ഒന്ന് അടിച്ച് മുറ്റമൊക്കെ ഒന്ന് തൂത്തേക്കാന്ന് കരുതി. അപ്പോൾ എനിക്കാണെങ്കിൽ പോകാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്കൊരു കൂട്ടം കൂടി ചെയ്തിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അപ്പോൾ പായസം ഉണ്ടാക്കാനുണ്ട്, സേമിയ പായസം. നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ചെറിയ ചായ കുടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരാളുടെ വീട്ടിൽ 1 മാസം വെച്ചിട്ടാണ്. അപ്പോൾ അയാളങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ കൂട്ടുകാരത്തിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അയാൾക്ക് എവിടെയൊക്കെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് എടി ഒന്ന് ചെയ്തുകൊണ്ട് വാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചങ്ക കൂട്ടുകാരത്തിയുണ്ട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്ന് ചെയ്തിട്ട് വാടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നിട്ട് ഇന്നലെ തന്നെ. അപ്പോൾ ഞാൻ ഇന്നലെ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാം അവിടെ പോയി അങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ തൂത്ത് ആ പെരടകമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പോയാലേ നമ്മൾ 11:30 പോയാൽ 12:30 മണിയൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ വേറെ പണിയൊന്നും ചെയ്യേണ്ട. എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ പണിയൊക്കെ അങ്ങോട്ട് ഒതുക്കി തീർത്തിട്ട് പോയി സമാധാനത്തിൽ വന്നതാണ്ട് ഇഷ്ടം. അല്ലെങ്കിൽ പോയി ധൃതി നമ്മളൊന്നും ചെയ്യാണ്ട് ഇട്ടിട്ട് പോയിട്ട് പിന്നെ വന്നിട്ട് നമ്മൾ തന്നെ എന്തായാലും ചെയ്യണം. എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പിന്നെ എനിക്ക് പണിയെടുക്കാനും കുറച്ച് മടിയാണ് കേട്ടോ. അങ്ങനെ മുറ്റമൊക്കെ തൂത്ത് എടുത്തുകൊണ്ടിരിക്കണ നേരത്തെ ഞാൻ ഗേറ്റ് തുറന്നപ്പോഴത്തേക്ക് അവൻ ഓടിക്കളഞ്ഞേക്കണം മിക്കി. ഒറ്റ ഓട്ടം വെച്ച് കൊടുത്ത് ഗേറ്റ് തുറന്നപ്പോഴത്തേക്കും. അങ്ങനെ അവൻ്റെ പുറകെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എൻ്റെ സമയം അങ്ങനെ പോയിട്ടാ. ഇവൻ്റെ ചെല്ലൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും പേടിയാണ്. കാരണം ഗേറ്റിൻ്റെ അവിടെ ആരെങ്കിലും പോയാൽ അപ്പം തന്നെ തുടങ്ങും അവൻ കൊര. അവർ വീട്ടിൽ എത്തിയാലും അവൻ കൊര നിർത്തൂല. വേറെ കറിയൊന്നും വെക്കണം, ചിക്കൻ വെച്ചിട്ടുണ്ടല്ലോ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാണ്ട്. അപ്പോൾ ആമി പോയിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, ആള് പോയി. അപ്പോൾ ഇനി ഞാനും ആമിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി വേറെ കറിയൊന്നും വെക്കണില്ല. പിന്നെ എനിക്കൊന്ന് ഇന്ന് വിൻസർ സൈറ്റിൽ പോകണം. ഞാൻ അന്ന് പറഞ്ഞില്ലേ സ്വാതന്ത്ര്യദിനത്തിന് പതാക ഉയർത്താനായിട്ടൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ. അവിടെ ഇന്നാണ് മീറ്റിംഗ് 11:30 മണിക്ക്. അപ്പോൾ എനിക്ക് അവിടെ പോകണം. അപ്പോൾ അത് പിന്നെ അവിടെ അതുപോലെ തന്നെ എൻ്റെ ഒരു കൂട്ടുകാരത്തി ഇന്ന് ഇത്തിരി പായസം വെച്ച് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നിട്ടാണ്. അപ്പോൾ അതൊന്ന് വെച്ചിട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ ഇനി വന്ന് ചായ കുടിച്ചിട്ട് കുളിച്ചിട്ട് വന്ന് പായസം വെച്ചിട്ട് ഞാൻ പോകും.
അപ്പം നമുക്കിനി പായസം വെക്കാം. ഞാൻ കുളിച്ച് വന്നിട്ട് നമുക്ക് പായസം വെക്കാം. അപ്പോൾ ദേ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് നേരെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പാലടപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ സേമിയയും കൂടി വറുത്തെടുക്കാമെന്ന് കരുതി. അങ്ങനെ പാലടത്ത് ഇളക്കാൻ വെച്ചിട്ട് ഞാൻ ഇപ്പുറത്തെ ഒരു ചട്ടി വെച്ചിട്ട് നെയ്യ് ഒഴിച്ച് ആദ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ചട്ടി ഇത്തിരി പൊക്കമുള്ളതുകൊണ്ടിട്ടേ എനിക്കാണെങ്കിൽ ഭയങ്കര പൊക്കമാണല്ലോ, അതുകൊണ്ടിട്ട് എത്തേണ്ട പോലും ഉണ്ടാകുന്നില്ല. അപ്പം ഞാൻ വേഗം ഒരു കുരണ്ടിപ്പലകട പുറത്ത് കയറി നിന്നിട്ടാണ് ഈ ചെയ്യണത്. എനിക്കിപ്പോൾ നല്ല പൊക്കം തോന്നുന്നുണ്ട്. കുരണ്ടിപ്പലകട പുറത്ത് കയറി നിൽക്കണം, എനിക്ക് എത്തണില്ല പൊക്കമില്ലാത്തതുകൊണ്ടിട്ടേ പലകട പുറത്താ കയറി നിൽക്കണം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് മാറ്റിയ ശേഷം നമ്മുടെ സേമിയ ഒടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം. അത് വറുത്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതേ പാല് തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അത് നല്ലതുപോലെ സേമിയൊക്കെ ആ പാലിൽ കിടന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് അവസാനം പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സേമിയ വെന്ത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടിട്ട് സേമിയൊക്കെ വെന്ത ശേഷം പഞ്ചസാര ഇട്ട് കൊടുത്ത് പിന്നെ ഇത്തിരി പഞ്ചസാരയൊക്കെ ഇട്ട് പൊടിച്ചെടുത്തതാണ് മിക്സിയുടെ ജാറിൽ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം നമുക്ക് അതൊന്ന് കുറുകിയൊക്കെ അധികം കുറുക്കിയ കട്ടിയാക്കി ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം ഗ്ലാസ്സിൽ ഇങ്ങനെ കുടിക്കാൻ പറ്റുന്ന വിധത്തിലാണ് എടുത്തേക്കണം. അപ്പോൾ കുറച്ച് ലൂസാക്കി എടുത്തേക്കണം. അത് പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി അത് കട്ടിയാവും. അപ്പോൾ അതേ അവസാനം അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ആമി അപ്പോഴും ഉറക്കമുണ്ട്. ആമിനെ ഞാൻ അവിടെ ആൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോയത് മീറ്റിങ്ങിന്. അങ്ങനെ പായസമൊക്കെ വേറെ പാത്രത്തിലാക്കി പകർത്തി വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്ന് പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. കുറച്ച് വൈകിപ്പോയി. ആമി ഞാൻ പറയില്ല, ആമിക്ക് പാടില്ലെന്ന്. അപ്പോൾ ആമിനെ ആൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് താമസിച്ച് പെട്ടെന്ന് തന്നെ പായസം ഉണ്ടാക്കിയത്. ഡ്രസ്സ് പോലും തേച്ചിട്ടില്ല. പോണേന് സമയം 11 കാലമായി. മുണ്ടമ്പേലിൽ പോകണമല്ലോ. വണ്ടിയിൽ പായസമൊക്കെ വെച്ചിട്ടുണ്ട്. പതിയെ വേണം പോകാനായിട്ട്, അല്ലെങ്കിൽ പായസം നിലത്ത് കിടക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.